Hi friends, welcome back. ഇന്നത്തെ റെസിപ്പി നല്ലൊരു മഷ്റൂം കറിയാണ്. നോൺ വെജ് കറികളുടെ ടേസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 200 ഗ്രാം ബട്ടൺ മഷ്റൂംസ് ആണ് എടുത്തിട്ടുള്ളത്. ഏത് മഷ്റൂം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മഷ്റൂം ഇതുപോലെ 2 ദിവസമൊക്കെ ഒന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കളറ് വരാറുണ്ട്. അപ്പോൾ ഇതിന് മുകളിലുള്ള ആ ഒരു തൊലി നമുക്ക് ഇതുപോലെ അങ്ങ് ഉരിച്ച് കളയാം. കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ ഉരിച്ച് കളയാം. അപ്പോഴേക്കും ഉള്ളിലുള്ള ഭാഗത്ത് നല്ല വൈറ്റ് കളറായിട്ടാണ് ഉണ്ടാവുക. എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. 2 ദിവസം മാത്രം വെക്കുമ്പോഴേക്കും മഷ്റൂമിൻ്റെ പുറത്ത് ചെറുതായിട്ടൊരു കളർ വ്യത്യാസം ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല, അത് ചീത്തായിട്ടൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മാർക്കിൻ്റെ സ്ഥലം ജസ്റ്റ് ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. വളരെ ചെറിയ രീതിയിലൊന്ന് കളർ മാറിയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മഷ്റൂംസ് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം ആണെങ്കിൽ ഇതുപോലെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വൈറ്റ് കളറായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാ മഷ്റൂംസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മഷ്റൂംസ് നമുക്ക് 4 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു കറിയിലേക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മഷ്റൂം കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ 4 കഷ്ണങ്ങളായിട്ട് ഒരു മഷ്റൂമിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ചാറ് കറിയാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് വലുതായിട്ട് കട്ട് ചെയ്തത്. തോരനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷമാണ് തൊലി കളഞ്ഞത്. തൊലി കളഞ്ഞ് ഇതുപോലെ 4 ആക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ഈ ഒരു കറിയിലേക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 15-20 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. കൂണൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, ചതച്ചെടുക്കാം. പേസ്റ്റ് പോലെ എടുക്കണം എന്നില്ല. ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു പച്ചമണെല്ലാം മാറിയതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മുഴുവനായിട്ട് ചേർക്കണ്ട. 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലതുപോലെ പച്ചമണം മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള കൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ടാവും. ആ ഒരു എണ്ണയെല്ലാം അതിലേക്ക് പിടിച്ചിട്ട് നല്ലോണം ഡ്രൈ ആയിട്ടാണ് നമുക്ക് തോന്നുക. കുഴപ്പമില്ല, ഒരു 2 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് ആ എണ്ണയെല്ലാം ഒന്ന് മാറി വരുന്നതായിരിക്കും. പതിയെ കൂണിൻ്റെ ആ ഒരു സൈസ് കുറഞ്ഞിട്ട് എണ്ണയെല്ലാം നന്നായി അതിലേക്ക് പിടിക്കും. ഈ സമയത്ത് കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഡ്രൈ ആയി എന്ന് വിചാരിച്ചിട്ട് 2-3 മിനിറ്റിന് ശേഷം എണ്ണയെല്ലാം ഇതുപോലെ ഒന്ന് തെളിഞ്ഞു വരും. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. കറി റെഡിയാക്കാൻ വേണ്ടി ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് ബാക്കി നമ്മൾ വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തുകൊണ്ട് 2 പച്ചമുളക് തന്നെ മതിയാവും. നല്ലൊരു പാകത്തിനുള്ള എരിവുണ്ടാവും. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള 2 മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. മഷ്റൂമിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കാം. സവാള നല്ലപോലെ വഴണ്ട് വന്നപ്പോൾ 2 തക്കാളി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. 2 തക്കാളിയും ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളിയും സവാളയും നല്ലപോലെ വഴറ്റി വന്നാൽ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ്.
1/2 ടീസ്പൂൺ ഫണൽ സീഡ്സ് അല്ലെങ്കിൽ വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിലിട്ട് പൊടികളൊന്നും കരിഞ്ഞു പോവാതെ നല്ലപോലെ മിക്സാക്കി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൂൺ ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇത് നല്ലപോലെ മിക്സാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സെമി ഗ്രേവി ആണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അതല്ല കുറച്ചുകൂടി ഗ്രേവി ആയിട്ടാണ് ഈ ഒരു കറി എടുക്കേണ്ടതെങ്കിൽ ഒരു 1 കപ്പ് വെള്ളം വരെ ഉപയോഗിക്കാം. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് വെള്ളം പോലെ എടുക്കുന്നതിനേക്കാട്ടിലും ഒരു സെമി ഗ്രേവി ടൈപ്പ് എടുക്കുന്നതാണ് നല്ലത്. 1 കപ്പ് വെള്ളം ഒരു പാക അളവായിരിക്കും. 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ ഇത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് വെള്ളം എല്ലാം വറ്റി നല്ലതുപോലെ ആ ഒരു മസാലയൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് ഒരു നല്ലൊരു ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ പൊതുവേ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ്. ഈ ഒരു ശർക്കര ചേർക്കുന്നതുകൊണ്ട് കറിക്ക് ഒരിക്കലും മധുരം ഉണ്ടാവില്ല. കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റും അതുപോലെ ആ ഒരു എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും ഇങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര, വളരെ കുഞ്ഞു കഷ്ണം ശർക്കര ചേർക്കുമ്പോൾ. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ അടച്ചു വെക്കുക. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കണം. 15 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ആ ഒരു ഗ്രേവിയും എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടും. ഏറ്റവും ചെറിയ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കണം, തീ കൂട്ടിയിടരുത്. കറി ഉണ്ടാക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ കൂടി വെച്ചിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു നോൺ വെജ് കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടി കഴിക്കാൻ നല്ല രുചിയാണ്. ചോറിന് കൂടെ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.